ഞാൻ എൻ്റെ റിസർച്ച് വർക്ക് വീണ്ടും തുറന്നു. ഈ കാലയളവിലെല്ലാം എല്ലാ ദിവസവും തന്നെ കൊളയത്ത് എനിക്ക് ഫ്രഞ്ച് ഭാഷയുടെ ലെസൺസ് തരുമായിരുന്നു. അത് ഞാൻ കൂടുതൽ സീരിയസ് ആയി അത് പഠിക്കാൻ തുടങ്ങിയത് മുമ്പോട്ടുള്ള എൻ്റെ പഠനം ഫ്രാൻസിലായിരിക്കണമെന്ന് ഞാനൊരു തീരുമാനമെടുത്തിരുന്നു. എംഫിലും PhDയും ഒക്കെ പാരീസിൽ വന്ന് ചെയ്യണമെങ്കിൽ ഫ്രഞ്ച് ഭാഷ ഫ്ലുവൻ്റ് ആയിരിക്കണം. ഇംഗ്ലീഷിൽ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കൂടുതൽ പഠിക്കുവാനും പുസ്തകങ്ങൾ വായിക്കുവാനും വൊക്കാബുലറികൾ എഴുതി സൂക്ഷിക്കുവാനും ഒക്കെ ഞാൻ തുടങ്ങി. അതുമാത്രമല്ല, ഫ്രഞ്ച് ഭാഷ കോഴ്സ് എടുത്ത് പോയി പഠിക്കണമെങ്കിൽ ഒത്തിരി ആയിരങ്ങൾ ഫ്രഞ്ച് ഫ്രാങ്ക് അന്ന് മുടക്കണം. അതിനുള്ള സാധ്യതയൊന്നും എനിക്കില്ല. അതുകൊണ്ട് കൊളയത്തിൽ നിന്ന് കിട്ടുന്നിടത്തോളം ലെസൺസ് മനസ്സിലാക്കുക, പഠിക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക, ഫ്രഞ്ചുകാരോട് എപ്പോഴും ഫ്രഞ്ചിൽ മാത്രം സംസാരിക്കാൻ പരിശ്രമിക്കുക, അതായിരുന്നു എൻ്റെ നയം. അപ്പോൾ ആ ഒരു മാസം ഞാൻ വിസ നീട്ടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ റെസിഡൻറ്റ് പെർമിറ്റ് കിട്ടിയെങ്കിലും ഒരു മാസം കഴിയുമ്പോൾ മടങ്ങിപ്പോയാലോ എന്ന രീതിയിൽ ടിക്കറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു വെച്ചു, പോസ്റ്റ്പോൺ ചെയ്തു. എങ്കിലും ആ സമയത്ത് തന്നെ ഞാൻ പാരീസിലെ യൂണിവേഴ്സിറ്റിയിലേക്ക് എംഫിലിന് അഡ്മിഷൻ ആപ്ലിക്കേഷൻ അയച്ചു. ആ ഒരു മാസമായപ്പോഴേക്കും, ഒരു മാസവും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഈ ടിക്കറ്റിൻ്റെ കാലാവധി, തിരിച്ച് ഇന്ത്യയിലേക്ക് ഡൽഹിയിലേക്ക് വരാനുള്ള ടിക്കറ്റിൻ്റെ കാലാവധി ലാപ്സാകുകയും ടിക്കറ്റ് പിന്നെ ഉപയോഗശൂന്യമാകുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഒരാഴ്ചയോളം ആയപ്പോഴാണ് ജെസ്സിയുടെ കത്ത് നാട്ടിൽ നിന്ന് വരുന്നത്. അമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്നും നിന്നെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമാണെന്നും പറഞ്ഞ്. അപ്പം അന്നൊന്നും ഇടയ്ക്ക് ഞാൻ ഈ കൊളയത്തിൻ്റെ ഫോണിൽ വിളിക്കുമായിരുന്നു. അമ്മ അടുത്തിരിക്കുന്നത് കൊണ്ട് ജെസ്സിയോ ലാലിയോ ബിന്ദുവോ ഒന്നും ഒരിക്കലും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയില്ല. അപ്പോൾ ഒരു കത്തെഴുതി എനിക്ക് അയച്ചിട്ട് ഓൾറെഡി 2 ആഴ്ചയോളമായിരുന്നു. അത് കിട്ടുമ്പോഴേക്കും എൻ്റെ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് ലാപ്സായി. അത് മാത്രമല്ല, എനിക്ക് അതിനൊന്നുമുള്ള പൈസ എൻ്റെ കയ്യിലോട്ട് ഇല്ലതാനും. അങ്ങനെ ഞാൻ വളരെയേറെ ബുദ്ധിമുട്ടി വിഷമിച്ച് കൊളയത്തിൻ്റെ അടുത്ത് ഒരു ദിവസം വരികയാണ് ഈ കത്ത് കിട്ടിക്കഴിഞ്ഞ്. ഞാൻ അപ്പോൾ തന്നെ കൊളയത്തിൻ്റെ വീട്ടിൽ നിന്ന് അമ്മയെ ലാൻഡ് ലൈനിലേക്ക് വിളിച്ചു. കാരണം ഞാൻ ഡൽഹിയിലേക്ക് പോകുമ്പോൾ അമ്മയ്ക്ക് ഓൾറെഡി ഇലക്ട്രിസിറ്റി കണക്ഷൻ കുറേ പോസ്റ്റുകൾ 19 പോസ്റ്റ് മീറ്റിയിട്ടാണ് ലാൻഡ് ലൈനിലുള്ള കണക്ഷൻ എടുക്കുന്നത്. 7 പോസ്റ്റിട്ടാണ് കറണ്ട് കണക്ഷൻ വീട്ടിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ഈ 2 കാര്യവും അമ്മയ്ക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. കാരണം എൻ്റെ മക്കളെ വല്ലപ്പോഴും എനിക്കൊന്ന് കേൾക്കാൻ ഒരു ഫോൺ വേണമെന്ന്. ഒരു ടെലിവിഷൻ പോലും അമ്മയ്ക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മയെ ഒന്ന് വിളിച്ച് ആ സ്വരം ഒന്ന് കേട്ടു. പക്ഷേ അമ്മ ക്ഷീണിതയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എങ്ങനെയും വീട്ടിൽ പോകണമെന്നുണ്ട്. പക്ഷേ എൻ്റെ ഈ മുഖവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ കൊളയത്തിനോട് ചോദിച്ചു എന്നാ പറ്റിയത്. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ കയ്യിലോട്ട് കാശുമില്ല, ഞാൻ എങ്ങനെ ടിക്കറ്റ് എടുക്കും. അപ്പോൾ കൊളയത്തിനോട് പറയുന്നുണ്ട്, നിൻ്റെ പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ അതിന് മുഴുവൻ പരിഹാരമൊന്നും കാണാൻ എനിക്ക് പറ്റണമെന്നില്ല. പക്ഷേ ചിലപ്പോൾ എന്നെ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരുമല്ലോ, അപ്പോൾ നിനക്കത് പറഞ്ഞാൽ എന്താ എന്ന് എന്നോട് ചോദിക്കുമായിരുന്നു. എന്താണെങ്കിലും ഞാൻ വിവരങ്ങളൊക്കെ പുള്ളിക്കാരത്തിയോട് പറഞ്ഞു. അപ്പോൾ അന്നേരം പറഞ്ഞു, എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പോൾ തിരിച്ചു പോകും, നീ താമസിക്കുന്നിടത്ത് നാളെ പതിവ് പോലെ നീ ക്ലാസ്സിന് വരൂ എന്ന് പറഞ്ഞു. പിറ്റേന്ന് ഞാൻ ഇതിനോടൊക്കെ ഓൾറെഡി എൻ്റെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി ഫ്രഞ്ച് എംബസിയിലേക്ക് ഞാൻ അയച്ചും കൊടുത്തിരുന്നു. എൻ്റെ വർക്ക് ഒഫീഷ്യലി ആയിട്ടുള്ളത് കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ടിക്കറ്റും ലാപ്സായി. ജീവിതം എന്നാൽ പതുക്കെ അവിടെ കരുപിടിപ്പിച്ച് എംഫിലൊക്കെ ചെയ്ത് പതുക്കെ അവിടെ തുടരാം, പൈസ ആർക്കെപ്പോഴും അക്കൗണ്ടിൽ വന്നോളുമല്ലോ. അപ്പോൾ അത് പിന്നെ എങ്ങനെ എടുക്കണമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ ലാൻഡ് ലൈൻ നാട്ടിലേക്ക് അമ്മയെ വിളിച്ച് സംസാരിച്ചപ്പോൾ അമ്മ വളരെ ക്ഷീണിതയായിരിക്കുന്നു എന്നല്ലാതെ അമ്മ തന്നെ അമ്മയുടേതായ ഒരു ബുദ്ധിമുട്ടും പറയുന്നില്ല. പക്ഷേ അമ്മയുടെ അവശതകളെക്കുറിച്ച് ജെസ്സി കന്യാസ്ത്രീയായിട്ട് ടെല്ലായിരുന്നെങ്കിലും അവൾക്കൊരു പ്രത്യേക ട്രാൻസ്ഫറൊക്കെ കോട്ടയത്തെ അവിടുത്തെ മഠത്തിലേക്ക് കൊടുത്ത് ലീവ് അനുവദിച്ച് പലപ്പോഴും മാസത്തിൽ 15 ദിവസമൊക്കെ വന്ന് അവൾ അമ്മയെ ശുശ്രൂഷിക്കുകയാണ്. ബിന്ദു മദർ സീരിയസ് എന്നും ഗ്രാൻഡ് മദർ ഡെഡ് എന്നൊക്കെ പറഞ്ഞ് നേഴ്സിംഗ് കോളേജിൽ കള്ളം പറഞ്ഞും അല്ലാതെയും ഒക്കെ മിക്കവാറും BSc നേഴ്സിങ്ങിനിടയ്ക്ക് അവധി എടുത്തു വന്ന് അമ്മയെ ശുശ്രൂഷിച്ചു. ലാലിക്ക് അപ്പോൾ ഒരു കുട്ടിയുണ്ട്. 2ാമത്തെ കുട്ടിയെ അവൾ ഗർഭിണിയായിരിക്കുന്ന കാലഘട്ടമാണത്. അങ്ങനെ അവളും ഇടയ്ക്ക് വന്ന് നിൽക്കുമെങ്കിലും അവളുടെ വീട്ടിൽ അവളുടെ ഭർത്താവിൻ്റെ പ്രായമായ മാതാപിതാക്കളുള്ളതുകൊണ്ട് അവൾക്ക് അമ്മയെ വന്ന് നിന്ന് സ്ഥിരം നോക്കി നിൽക്കാനുള്ള സാധ്യതകൾ ഇല്ലായിരുന്നു. അപ്പോൾ അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ ക്ഷീണിതയാണെന്നല്ലാതെ അമ്മയൊന്നും പറയുന്നില്ല. കാണണമെന്ന് പോലും അമ്മ എന്നോട് പറഞ്ഞില്ല. പക്ഷെ അമ്മയ്ക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്നും അമ്മയുടെ അവസ്ഥ സീരിയസ് ആണെന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെ 1999 നവംബർ മാസത്തിൽ
എങ്ങനെ തിരിച്ചു വന്ന് അമ്മയെ കാണും, ഇനി ഒരിക്കലും അമ്മയെ കാണില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ആ കൊളയത്തിൻ്റെ വീട്ടിലെത്തിയത്. അപ്പോൾ കൊളയത്ത് എൻ്റെ കയ്യിലേക്ക് ഒരു കവർ കൊണ്ടുവന്നു. പിറ്റേന്ന് രാവിലെ ടുളൂസ് ബ്ലാഞ്ഞാക്ക് എയർപോർട്ടിൽ നിന്ന് എനിക്ക് കൊച്ചിയിലേക്കുള്ള എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റായിരുന്നു അത്. ഒരു പൈസ പോലും വാങ്ങാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ ഒരാൾക്ക് കുറേയേറെ വില വരുന്ന ഒരു ടിക്കറ്റ് എടുത്തു കൊടുക്കുക. കുറച്ച് പ്രാവശ്യം മാത്രം, കുറച്ച് നാളുകൾ മാത്രം കണ്ട ഒരു മനുഷ്യൻ. അയാൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് ഈശ്വരൻ മനുഷ്യരൂപമെടുത്തത് കൊണ്ടല്ലേ? അതെയോ നമ്മളുടെയൊക്കെ വഴികളിൽ എപ്പോഴും ഈശ്വരൻ ഇങ്ങനെ മനുഷ്യരായി വരുന്നത് കൊണ്ടാവുമോ? അങ്ങനെ ആ ടിക്കറ്റിൽ ഡൽഹിയിൽ വന്നിട്ട് 2 ദിവസത്തെ ബ്രേക്ക് എടുത്തിട്ട് കൊച്ചിയിലേക്കുള്ള യാത്രയായിരുന്നു. നവംബർ മാസത്തിലാണ് തുളൂസ് ബ്ലാഞ്ഞാക്ക് എയർപോർട്ടിൽ നിന്ന് ഞാൻ ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് കയറുന്നത്. ഡൽഹിയിൽ 2 ദിവസം താമസിച്ചിട്ടാണ്, പൈസയൊക്കെ എടുത്താണ് ഞാൻ തിരിച്ച് കൊച്ചിയിലേക്ക് ചെല്ലുന്നത്. അമ്മയുടെ അടുത്ത് എത്തുമ്പോൾ അമ്മ അവശ നിലയിലാണ്. പക്ഷേ എന്നെ കണ്ട് 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ ആരോഗ്യമൊക്കെ പുനർജീവിക്കാൻ തുടങ്ങി. അതിനോടകം MPhil അഡ്മിഷൻ എടുത്തതൊക്കെ ആ വർഷത്തേത് ഓൾറെഡി നഷ്ടപ്പെട്ടു പോയി. കാരണം അതിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആ മാസം 30-ാം തീയതിയോ മറ്റായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങോട്ട് പോന്നു. അതൊക്കെ ഞാൻ ഉപേക്ഷിച്ച് അമ്മയല്ലേ പ്രധാനപ്പെട്ടതെന്നോർത്ത് ഞാനിങ്ങനെ പോന്നു. അത് കഴിഞ്ഞ് അമ്മയുടെ കൂട്ടത്തിൽ താമസിക്കുന്ന കുറേ നാളുകളായിരുന്നു. പിന്നെ കുറേ നാളുകൾ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുമ്പം വീട്ടിലെ ചിലവ് നടക്കണ്ടേ. അപ്പോൾ ഞാൻ ഡൽഹിക്ക് വീണ്ടും പോയി. നാരായൺ സിംഗ് അങ്കിളിൻ്റെ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന അല്ലാതെ അവരുടെ വീട്ടിൽ തന്നെയുള്ള ഒരു മുറി എന്നെ കൂടുതൽ ഇഷ്ടമായിരുന്നതുകൊണ്ട് അവരുടെ വീട്ടിൽ തന്നെ ഒരു മുറി എനിക്ക് തന്നു. വാടക കൊടുക്കണം, പക്ഷേ അവർ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മുറി അല്ലാതെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീണ്ടും ഒരു മാസത്തോളം, 1 മാസം മിച്ചം അവിടെ ജോലി ചെയ്തു. ആ സമയത്ത് ഷാദ്ര മെൻ്റൽ ഹോസ്പിറ്റലിൽ ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ട്യൂഷൻ നല്ല വരുമാനമായിരുന്നു. അത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന മൊത്തം കാലത്തോട് ചെയ്തിട്ടുണ്ട്. മെൻ്റൽ ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്താൽ തുച്ഛമായ പൈസയെ കിട്ടുള്ളൂ. പക്ഷേ ട്യൂഷൻ എടുക്കുന്നതാണ് ഏറ്റവും വലിയ വരുമാനം. സാധാരണ കുട്ടികൾക്കല്ല എടുക്കുന്നത്. ഗ്രേറ്റർ കൈലാഷ്, ന്യൂ ഫ്രണ്ട്സ് കോളനി ഇവിടെയൊക്കെ വളരെ സമ്പന്നരായ കുടുംബങ്ങളിലെ കുട്ടികളെ സ്കൂളിൽ അയക്കുന്നത്, പെൺകുട്ടികളെ സ്കൂളിൽ അയക്കുന്നത് കല്യാണം കഴിക്കാനുള്ള സമയം കാത്തിരിക്കുന്ന വെയിറ്റിംഗ് പീരീഡിലെ ഒരു ഉല്ലാസമാണ്. അപ്പോൾ മാർക്ക് മേടിച്ച് ജയിക്കാൻ വേണ്ടി ഒരു ട്യൂഷനൊക്കെ ടൈം പാസിന് കൊടുക്കുന്നത് അവർ സ്വീകരിക്കാറുണ്ട്. 500 തൊട്ട് 1000 രൂപ വരെ 1 മണിക്കൂർ പഠിപ്പിക്കുന്നതിന് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ പല വീടുകൾ കയറി ഇറങ്ങണം. ചായ കിട്ടും, ബിസ്ക്കറ്റ് കിട്ടും. ആ കൂട്ടത്തിൽ മദ്രാസി എന്നാണ് അവർ വിളിക്കുക. എന്നെ മദ്രാസി എന്നായിരുന്നു വിളിക്കുന്നത്. മദ്രാസിക്ക് ഒരു ടിപ്പും അവരുടെ അമ്മമാർ തരും. അപ്പോൾ വലിയ ബിസിനസ്സുകാരുടെയും ഉയർന്ന ഉദ്യോഗസ്ഥരുടെയൊക്കെ മക്കളാണവർ. ഇപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ, അന്ന് അങ്ങനെയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫെബ്രുവരി മാസം ഒരു 9-ാം തീയതിയോ മറ്റേ ആയപ്പോഴേക്കും അമ്മയ്ക്ക് സീരിയസ് ആയി. അമ്മയെ കമ്പളികണ്ടത്തെ നിർമ്മല ഹോസ്പിറ്റൽ പാലിയേറ്റീവ് പോലെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ 2 മുറി എടുത്തിട്ടുണ്ട്. ഒരു മുറിയിൽ അമ്മ കിടക്കുന്നു, ആളുകൾ വന്നു പോകുന്നു, ചിലരൊക്കെ ദൂരെ നിന്ന് വരുമ്പം തങ്ങണം. അപ്പോൾ ഇനി അധികം പോവില്ല എന്ന് ലൂസി ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് വണ്ടി കയറി വീണ്ടും ഫ്ലൈറ്റിനാണ് നേരത്തേന് ഓടി വരുന്നു. വന്ന് അമ്മ ഇങ്ങനെ കിടക്കുക, അബോധാവസ്ഥയിലാണ്. 2 ദിവസമായിട്ട് അങ്ങനെയാണ്, ഒരു കോമാ സ്റ്റേജിലാണ്. അപ്പോൾ എന്നോട് അമ്മയുടെ ഒരു ആങ്ങള പറയുന്നുണ്ട് മാറ്റി നിർത്തി, നീ ഒരു പൂങ്കോഴി നേർച്ച കുറച്ച് 12 കുട്ടികൾക്ക് വീട്ടിലൊരു ഊണ് കൊടുക്ക്, ഇങ്ങനെ കിടന്ന് നരകിക്കാതെ അമ്മ പെട്ടെന്ന് മരിച്ചു പോകാനുള്ളൊരു നേർച്ച ഇങ്ങനെ സഭയിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി ഇങ്ങനെ കിടന്നാലും എനിക്ക് എൻ്റെ അമ്മ മരിക്കാൻ പ്രാർത്ഥിക്കുന്ന ഒരു നേർച്ചയും ചെയ്യാനാവില്ല എന്ന് ഞാൻ ആ അമ്മാവനോട് പറയുകയുണ്ടായി. എന്താണെങ്കിലും അത് അമ്മാവൻ പറഞ്ഞപ്പോഴും നല്ലവനായിരുന്നോ നല്ലവനല്ലായിരുന്നോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അപ്പനും അത് ചെയ്യരുത് എന്നാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തിൽ എവിടെയെങ്കിലുമൊക്കെ നന്മയുടെ ഒരു ലാഞ്ചനം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് അപ്പോഴും ഇപ്പോഴും ഒക്കെ തോന്നുന്നത്. പിന്നെ തുടർന്നുള്ള 2 ദിവസങ്ങൾ കഴിഞ്ഞ് ഫെബ്രുവരി മാസം 14-ാം തീയതി ഉച്ച കഴിഞ്ഞ് അമ്മ കണ്ണു തുറന്നു. ഞങ്ങൾ 4 മക്കളും അമ്മയുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, എല്ലാവരും ഒന്ന് പുറത്തിറങ്ങണമെന്ന്. എന്നിട്ട് ഈ അപ്പനെ പറഞ്ഞേൽപ്പിക്കുക തന്നെ. അപ്പന് എല്ലാ മാസവും 5000 രൂപ വെച്ച് ഓരോ ചെക്ക് കൊടുക്കണം. അത് എൻ്റെ SBT പാറത്തോട്ടിലെ, ഇപ്പം അത് SBI ആയി, SBT പാറത്തോട്ടിലെ എൻ്റെ അക്കൗണ്ടിൻ്റെ ചെക്ക് ലീഫിൽ 12 എണ്ണം ആ നിമിഷം തന്നെ 5000-ൻ്റെ ഇത് എഴുതി ആ ഒരു വർഷത്തേന് മുഴുവനും
അമ്മ എന്നെ കൊണ്ട് അപ്പന് കുടിപ്പിച്ചു. എന്നിട്ട് അപ്പൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അങ്ങനെ ചെയ്യണമെന്നും പറമ്പിലുണ്ടാകുന്ന ഒരാദായവും ഞങ്ങൾ മക്കളാരും എടുക്കരുതെന്നും പറമ്പ് അമ്മയുടെയും എൻ്റെയും കൂടെ പേരിലായിരുന്നതിനാൽ അപ്പൻ മരിക്കുന്നതുവരെയും ആ സ്ഥലം വിൽക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ലെന്നും അമ്മ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഉറപ്പ് മേടിച്ചിട്ടാണ് അന്ന് ആ സംസാരം നിർത്തിയത്. രാത്രിയായപ്പോൾ അമ്മയുടെ ബോധം വീണ്ടും മറഞ്ഞു. പിറ്റേന്ന് വെളുപ്പിനെ ഫെബ്രുവരി മാസം 15-ാം തീയതി രാവിലെ 7:45 അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് മാലാഖ വന്നു. അമ്മ ഞങ്ങളെ വിട്ട് അങ്ങ് പോയി. തൊട്ടടുത്ത ദിവസം ഒരു ഹർത്താലായിരുന്നു. അന്നതിന് ബന്ദെന്നായിരുന്നു പറയുന്നത്. അന്നായിരുന്നു അമ്മയുടെ അടക്ക്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അടുത്തുണ്ട് പള്ളിയിലേക്ക്. ഒരു വലിയ ജനാവലിയാണ് അമ്മയുടെ അടക്കിന് വന്നത്. 10-25,000-ഓളം പേരുണ്ടായിരുന്നു. ആ സമയത്ത് വീട്ടിൽ നിന്നിറങ്ങിയ കൊടിയും കുരിശുമൊക്കെ പള്ളിമുറ്റത്തെത്തിയിട്ടും അമ്മയുടെ ബോഡി വീട്ടിൽ നിന്ന് എടുക്കാനായിട്ട് ആയിട്ടില്ല. അതുപോലെ ജനങ്ങളായിരുന്നു. കുറേ മനുഷ്യർക്ക് ജീവൻ ഉണ്ടാകാൻ, ഞങ്ങൾക്ക് ജീവിതം ഉണ്ടാകാൻ വേണ്ടി ത്യാഗം ചെയ്ത അമ്മ അങ്ങനെ 53-ാമത്തെ വയസ്സിൽ ഞങ്ങളെ വിട്ട് എങ്ങോട്ടോ പോയി. വിട്ടുപോയി എന്ന് അംഗീകരിക്കാൻ ഇന്നും ഒത്തിരി ബുദ്ധിമുട്ടാണ്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9955444222. തുടർന്ന് വന്ന 40 ദിവസങ്ങൾ പെങ്ങന്മാർ മടങ്ങിപ്പോയിട്ടും എനിക്ക് അവിടെ വിട്ടു പോകാൻ സാധിച്ചില്ല. റെസിഡൻറ്റ് പെർമിറ്റ് ഉണ്ടെങ്കിലും പാരീസിലേക്ക് വണ്ടി കയറാനുള്ള ആഗ്രഹങ്ങളൊന്നും മടങ്ങി വന്നില്ല. രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയിട്ട് അമ്മയെ അടക്കിയിരുന്ന തെള്ളിത്തോട്ടിലെ സെമിത്തേരിയിൽ പോയി കുത്തിയിരുന്ന് കരഞ്ഞും വിലപിച്ചും ഇനി എങ്ങാനും മടങ്ങി വരുമോ എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഒരു കുഞ്ഞു കൊച്ചിനെ പോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്, അമ്മയെ നഷ്ടപ്പെട്ടതുപോലെ. കല്ലാറുകുട്ടി ഡാമിലേക്ക് അമ്മ എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എടുത്തു ചാടിയിട്ട് ചാടാൻ മറന്നുപോയൊരു കൊച്ചിനെ പോലെയാണ് ഞാനന്ന് നിന്നത്. അങ്ങനെ ആ 40 ദിവസക്കാലം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പൻ പെങ്ങന്മാരെയൊക്കെ തിരിച്ചു വിളിച്ചു. ഇവനിങ്ങനെ പോയാൽ പറ്റില്ല എന്ന്. എൻ്റെ താടിയും മീശയും ഒക്കെ വളർന്ന് ഒരു വിരൂപത്തിലായി. ഒരു വിഷാദത്തിൻ്റെ കുറേ മുഖങ്ങൾ എന്നിൽ അന്നേരമുണ്ടായി. പിന്നെ പെങ്ങന്മാരൊക്കെ വന്ന് എന്നെ യാത്രയാക്കലിനുള്ള തുടക്കമായി. ആ മെയ് മാസം 20-ാം തീയതി പാരീസിലേക്കുള്ള ടിക്കറ്റ് എനിക്ക് കൊളയത്ത് അവിടെ നിന്ന് അയച്ചു തന്നു. ഡൽഹിയിൽ നിന്നുള്ള ടിക്കറ്റായിരുന്നു. അതുകൊണ്ട് അമ്മ മരിച്ച് 40 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 4 പേരും അപ്പൻ്റെ ഒപ്പം ഒത്തുകൂടിയിട്ട് ഞങ്ങൾ ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി. അപ്പൻ അവിടെ തനിച്ചായിരുന്നു. എല്ലായ്പ്പോഴും ഒന്നും അപ്പനെ ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ നോക്കിയിട്ടില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു. പിന്നീട് ഫോണിൻ്റെ ബില്ലടയ്ക്കാൻ കൊടുക്കുന്ന പണവുമൊക്കെ അപ്പൻ വെള്ളമടിച്ച് കളയാൻ തുടങ്ങി. അങ്ങനെ ഫോൺ ഡിസ്കണക്റ്റഡായി. 2000 ആണ്ടിലെ മെയ് മാസം 20-ാം തീയതി ഡൽഹിയിൽ നിന്ന് ഞാൻ പാരീസിലേക്ക് 3ാമത് വണ്ടി കയറി. ഇക്കുറി കൊളുത്തി വലിച്ച് എന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ നോക്കുന്ന ഒന്നും ബാക്കി വെക്കാതെയാണ് ഞാൻ പോയത്. ബിന്ദു അപ്പോഴേക്കും അവളുടെ BSc നഴ്സിങ്ങിൻ്റെ 4ാം വർഷത്തിലേക്ക് കയറിയിരുന്നു. ലാലി അവളുടെ കുഞ്ഞുണ്ടാകാൻ പിന്നെ 1 മാസവും മിറ്റേ ഉണ്ടായിരുന്നുള്ളൂ 2ാമത്തെ കുഞ്ഞുണ്ടാകാൻ. ജെസ്സി കോട്ടയത്തെ മഠത്തിലായിരുന്നു. അവൾ അപ്പോഴും നിത്യവ്രതം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തൊട്ടടുത്ത വർഷമാവും കണക്കനുസരിച്ച് അവൾ കന്യാസ്ത്രീ എന്ന നിലയിൽ നിത്യവ്രതം ചെയ്യുക. ഇത്രയും ഭാഗമാണ് ഞാൻ എൻ്റെ കമ്പളികണ്ഠത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. കാരണം ഈ എഴുതിയിരിക്കുന്നതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലും ഒരു കൃതജ്ഞതാബലിയുമാണ്. ഭൂതകാലത്തിൻ്റെ സങ്കീർത്തനങ്ങളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് പഠിച്ചു വളരാനുള്ള തീക്ഷ്ണമായ ഒരു ആവേശമായിരുന്നു. പുതിയ ഭാഷയിൽ, പുതിയ സംസ്കാരത്തിൽ, പുതിയ രാജ്യത്ത്, പുതിയ ജനങ്ങളുടെ ഇടയിൽ. മമ്മയുടെ അടുത്തുനിന്ന് അധികം വൈകാതെ ഞാൻ പാരീസിലേക്ക് പോയി. പാരീസ് സിറ്റിയിൽ പാരീസ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ് റെസിഡൻസിൽ താമസിച്ച് 2ാം വർഷം PhD ചെയ്യുന്ന കാലത്ത് MPhil സോഷ്യോളജിയിലും MA ഫ്രഞ്ചിലും ഒരേ സമയം 2 വിവിധ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ പഠിക്കുകയുണ്ടായി.
മൂന്നാം വർഷം PhDക്ക് കയറുന്ന അതേ വർഷത്തിൽ റാംസ് ഷാംപാഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ ലെക്ചററായിട്ട് എക്കണോമിക് സൈക്കോളജിയിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. പിന്നീട് PhD പൂർത്തിയാകുന്ന വർഷത്തിലാണ് ലില്ലിലെ കാത്തലിക് യൂണിവേഴ്സിറ്റിയിലെ ESEGയിൽ ഞാൻ സീനിയർ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യുന്നത്. തുടർന്ന് ബ്രസ്റ്റ് ബിസിനസ് സ്കൂളിൽ അസോസിയേറ്റ് പ്രൊഫസറായി അപ്പോയിൻമെൻറ്റ് ലഭിക്കുകയും MBA പ്രോഗ്രാമിൻ്റെ ഇൻചാർജ് ആകുകയും ചെയ്തു, ഡയറക്ടറായി. അതിനെ തുടർന്ന് ISC പാരീസ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൽ 18 MBA പ്രോഗ്രാമിൻ്റെ ഡയറക്ടറും 3 മാസ്റ്റർ ഓഫ് സയൻസ് ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റ് ഡിസിപ്ലിൻസിലെ ഡയറക്ടറുമായി. അങ്ങനെ പിന്നീട് സ്കെമയിലായിരുന്നു. സ്കെമ എന്ന് പറയുന്നത് ഒരു ലീഡിങ് ബിസിനസ് സ്കൂളാണ്. ഇപ്പോൾ ടൈംസ് റാങ്കിങ്ങിലൊക്കെ ആദ്യത്തെ 10 വരുന്നതാണ് ഈ പറഞ്ഞ സ്കൂളുകളൊക്കെ. അപ്പോൾ ഇപ്പോൾ പാരീസ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ സോഷ്യോളജിയിലാണ് റിസർച്ച് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത് മാനേജ്മെൻറ്റാണ്. ആ തലത്തിലേക്കൊക്കെ എത്താനായിട്ട് 2000 മുതൽ 2003 വരെയുള്ള കുറേ നാളുകളിലെ കഷ്ടപ്പാട് അവിടെയുമൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. അക്കാലത്ത് ഒരമ്മയെപ്പോലെ എൻ്റെ അമ്മ നഷ്ടപ്പെട്ടിട്ടും എന്നോട് ചേർന്ന് നിർത്തിയ ഒരു മാനവികതയുടെയും മുഖമാണ് കൊള്ളയത്തെന്ന് പറയുന്നത്. ജാതിയും മതവും വർണ്ണവും വർഗവും ഒന്നുമില്ലാതെ അതിർത്തികൾക്കപ്പുറത്തേക്ക് മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യരും ഈ ലോകത്തുണ്ട്. നമ്മളെപ്പോഴും വീണു പോകാം. ഇരുണ്ട മനസ്സിലൂടെ നമ്മളെപ്പോൾ വേണമെങ്കിലും കടന്നു പോകാം. നമുക്കൊക്കെ മരിക്കാൻ തോന്നാം. പക്ഷേ ആ തോന്നലുകളിൽ നിന്ന് പിടഞ്ഞെണീക്കാൻ നമുക്കൊരു തൽപരത തരുന്നതാണ് നമ്മൾ ഈ കാണുന്ന ദുഃഖങ്ങളുടെ ഒരു പർവ്വം തന്നെ ചുമന്നുകൊണ്ട് നമ്മൾ പോകുമ്പോൾ നമുക്കൊക്കെ ചുറ്റും ഏത് മരുഭൂമിയിലും മരുപ്പച്ചകളുണ്ട്. നമ്മൾ ഈ മണൽക്കാറ്റുകൾ വീശുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മളുടെ വീക്ഷണവും വിഷനുമൊന്നും ക്ലിയർ ആകാത്തത് കൊണ്ടാണ് നമ്മൾ മരുപ്പച്ചകളെ കാണാതാകുന്നത്. എല്ലാ മരുഭൂമികളിലും വഴി വിളിച്ച് പറയുന്ന സ്നാപകരുണ്ട്. കാതുകൾ അടഞ്ഞു പോയതുകൊണ്ടാണ് നമ്മളത് കേൾക്കാതിരിക്കുന്നത്. ജീവിതം ഒരിക്കലും അത്ര എളുപ്പമൊന്നുമായിരുന്നില്ല. ഇപ്പോഴും ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് അണക്കര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്, കുമിളിയടുത്ത്. 2004 എൻ്റെ വിവാഹം. എൻ്റെ സഹോദരിമാരെല്ലാവരും യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് താമസിക്കുന്നത്. എനിക്ക് 4 മക്കളാണുള്ളത്. 1999 മുതൽ കഴിഞ്ഞ 26 വർഷമായി ഞാൻ ഫ്രാൻസിൽ താമസിക്കുന്നു ഔദ്യോഗികമായി. എന്നാൽ 2003 വരെയുള്ള കാലഘട്ടം, 2000 തൊട്ട് 2003 വരെയുള്ള കാലഘട്ടം പഠനത്തിൻ്റെയും പാർട്ട് ടൈം വർക്കിൻ്റെയും പിടിച്ചു കയറാനുള്ള പരിശ്രമങ്ങളുടെയും സ്വന്തം വഴിതെളിച്ചെടുക്കലിൻ്റെയും ഒക്കെയായിരുന്നു. 2003 റാംസിലെ യൂണിവേഴ്സിറ്റിയിൽ ലെക്ചറായിട്ട് കയറുന്ന മുതൽ വിവിധ ബിസിനസ് സ്കൂളിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായും അസോസിയേറ്റ് പ്രൊഫസറായും MBA പ്രോഗ്രാംസിൻ്റെയും മറ്റ് മാസ്റ്റർ പ്രോഗ്രാംസിൻ്റെയും ഒക്കെ ഡയറക്ടറായും ഞാൻ ജോലി ചെയ്തു. ഇതുകൂടാതെ ഞാൻ സോഷ്യോളജിയിലാണ് ഇപ്പോൾ റിസർച്ചറായിട്ട് ജോലി ചെയ്യുന്നത്. പഠനവും പഠിപ്പീരും റിസർച്ചും ഒക്കെ തുടരുന്നതോടൊപ്പം തന്നെ എനിക്ക് വിവിധ ബിസിനസ്സുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷം 2-3 വർഷമായിട്ട് ബിസിനസ്സുകളൊക്കെ നിർത്തലാക്കി എഴുത്തിൻ്റെയും വായനയുടെയും ഒക്കെ ലോകത്തേക്ക് കൂടുകയാണ് ഞാൻ. 1 മാസം മുമ്പ് തൊട്ട് ഞാൻ 1 വർഷത്തേന് സബാത്തിക്കൽ ലീവ് അക്കാഡമിക് ഫീൽഡിൽ നിന്നും കൂടി എടുത്തിട്ട് ഇനി 1 വർഷക്കാലം എഴുത്തും വായനയും മാത്രമായി തുടരുകയാണ്. എന്ന് കരുതി ഞാൻ ഇന്ത്യയിൽ വന്ന് താമസിക്കുകയില്ല. എനിക്ക് 4 മക്കളുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഫ്രാൻസിൽ തന്നെയായിരിക്കും താമസം. പക്ഷേ എഴുത്തിനും വായനയ്ക്കും കൂടുതൽ സമയം കണ്ടെത്താനായിട്ട് 1 വർഷത്തേക്ക് സബാത്തിക്കൽ എടുത്തിരിക്കുകയാണ്. ഇനിയുള്ള മുമ്പോട്ടുള്ള കാലം അക്ഷരങ്ങളുടെ ലോകത്ത് ജീവിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. നമ്മളുടെ എല്ലാ കാലഘട്ടത്തിലും നമുക്ക് ഇരുണ്ട തുരങ്കങ്ങളിലൂടെ പോകേണ്ടി വരാം. എന്നാൽ ഇരുട്ടിൽ നടക്കുമ്പോഴും അകലെ എവിടെയെങ്കിലും വെളിച്ചമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു പോകാനാണ് എനിക്കിഷ്ടം. എല്ലാ പീഡാനുഭവങ്ങൾക്കും ഒടുവിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. അതിന്ന് നടന്നാലും നാളെ നടന്നാലും. ഇത്രയും കാലം പരീക്ഷണങ്ങളുടെയും വേദനയുടെയും ദാരിദ്ര്യത്തിൻ്റെയും അവഹേളനങ്ങളുടെയും ഒക്കെ ഭാരം വഹിച്ചുവെങ്കിൽ അത് പിന്നീടുണ്ടാകുകയില്ല എന്നൊരിക്കലുമില്ല. നാളെയും ഉണ്ടാകാം. പക്ഷേ നാളെ ഉണ്ടാകുന്ന പ്രതിസന്ധികളിലും പടവെട്ടിക്കയറാൻ മറ്റുള്ളവരെന്തു പറയുന്നു എന്ന് നോക്കാതെ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നവരാണ് വിജയം നേടുക. ജീവിതത്തിൽ വിജയം എന്ന് പറയുന്നത് ആരും നമുക്ക് സമ്മാനിക്കുന്ന സ്വതന്ത്രമായ ഗിഫ്റ്റൊന്നുമല്ല. അത് പടവെട്ടി നേടേണ്ടതാണ്. അയാൾക്ക് ഭാഗ്യമുണ്ട്, യു ആർ ലക്കി എന്നൊക്കെ ആളുകൾ പറയും. എന്താണ് ഈ ഭാഗ്യം?
ഭാഗ്യമെന്ന് പറയുന്നത് ഉചിതമായ അവസരങ്ങളെ ഉചിതമായി തന്നെ അഭിമുഖീകരിക്കുന്നതാണ് ഭാഗ്യമെന്ന് പറയുന്നത്. അവസരങ്ങൾ ഉപയോഗിക്കുക. നമ്മളുടെ മുമ്പിലേക്ക് ആരും ഒരു പ്ലേറ്ററിൽ വെച്ച് എല്ലാ വിജയങ്ങളും കൊണ്ടുവരികയില്ല. നമ്മൾ നല്ലതാണെന്നോ മിടുക്കരാണെന്നോ ആരും പറയണമെന്നില്ല. വലിച്ച് താഴെയിടാനായിട്ട് ശ്രമിക്കുന്ന ഒത്തിരി പേർ നമ്മുടെ ചുറ്റുമുണ്ടായിരിക്കും. അതിലൊത്തിരി പേരും നമ്മളെ ചിരിച്ചു കാണിക്കുന്നവരായിരിക്കും. എന്നാൽ നമ്മളുടെ ലക്ഷ്യവും നമ്മൾ എങ്ങോട്ട് പോകുന്നുവെന്നും വ്യക്തതയോടും ധാരണയോടും കൂടി നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് നീങ്ങിയാൽ നമ്മൾ ആ ലക്ഷ്യത്തിൽ തന്നെ എത്തും. പൗലോ കൊയ്ലോ പറയുന്നത് പോലെ സ്വപ്നങ്ങൾ തീവ്രമായി കാണുമ്പോൾ ആ സ്വപ്നം നമ്മൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ലോകം മുഴുവൻ കൺസ്പയർ ചെയ്യും എന്നുള്ള ആശയത്തോട് എനിക്ക് ശക്തമായ വിയോജിപ്പാണ്. ഞാൻ എത്ര തീവ്രമായി ആഗ്രഹിച്ച ഒരു കാര്യത്തിനും ഒരു ലോകവും ഒന്നുചേർന്ന് കോൺസ്പയർ ചെയ്തിട്ടില്ല. അത് പൗലോ കൊയ്ലോയുടെ സൗത്ത് അമേരിക്കൻ തിയറിയിൽ മാത്രമാണ്. എന്നാൽ ഞാൻ പറയുന്നത് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ്. എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നുള്ള കാഴ്ചപ്പാട് എത്ര തീവ്രമായ സ്വപ്നം കാണുമ്പോൾ അതിനുവേണ്ടി ഓരോ ശ്വാസത്തിലും ഓരോ ചുവടുവെപ്പിലും ഞാൻ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അത് നേടാതെ ഞാൻ പോവുകയില്ല. ആരും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുകയില്ല. ആഗ്രഹങ്ങൾ എല്ലാവർക്കും സാധ്യമാണ്. എന്നാൽ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളെ നേടിയെടുക്കാനായിട്ട് ഓരോ നിമിഷവും അധ്വാനിക്കുന്നവളാണ് അത് നേടിയെടുക്കുന്നത്. അതാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിക്കുന്നത്. നാളെയും ഞാൻ വീണു പോകാം, പക്ഷെ വീണു പോയാലും പിടിഞ്ഞെണീക്കാനുള്ള ഒരു പിടിവള്ളിയായി മേരി, എൻ്റെ അമ്മ നന്ദികുന്നേൽ മേരി എനിക്ക് തന്ന അവരുടെ ആദർശവും ജീവിത വീക്ഷണവും എപ്പോഴും എനിക്കുണ്ടാവും. നമ്മളൊന്ന് വീഴുമ്പോൾ നമ്മളുടെ ഉയർച്ചയിൽ മനംനൊന്ത് ഉള്ളിൽ കരഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി കൈയടിച്ചവർ നമ്മൾ വീഴുമ്പോൾ തന്നെ നമുക്ക് മുമ്പിൽ നിന്ന് പൊട്ടിച്ചിരിച്ച് ആഹ്ലാദിക്കും. എന്നാൽ മറ്റുള്ളവർ എങ്ങനെ നമ്മളോട് പെരുമാറണം എന്ന് നമുക്ക് ശാഠ്യം പിടിക്കാനാവില്ല. അതാണ് നന്ദികുന്നേൽ മേരി പറയുക. എന്നാൽ അവരോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമ്മളുടെ മാത്രം തീരുമാനമാണ്, നമ്മളുടെ മാത്രം ചോയ്സാണ്. അതുകൊണ്ട് അധികം കയ്യടി കിട്ടുമ്പോൾ ആഹ്ലാദത്തിൽ നമ്മൾ ഉലഞ്ഞ് അറമാദിക്കേണ്ടതില്ല. എന്താണ് ചെയ്യേണ്ടത്? അതിനെയൊക്കെ കൂളായി എടുത്താൽ മതി. നമ്മളെ പുകഴ്ത്തുന്നവർ തന്നെ നമ്മളെ നാളെ ഇകഴ്ത്തും. അതുകൊണ്ട് തന്നെ വിജയങ്ങളെ ഭാവുകത്വത്തോടെയും അതുപോലെ തന്നെ വളരെയേറെ ബാലൻസ്ഡായിട്ടും അഭിമുഖീകരിക്കുകയാണെങ്കിൽ പരാജയങ്ങളെയും നമ്മൾ അങ്ങനെ തന്നെ അഭിമുഖീകരിക്കുകയുള്ളൂ. പരാജയം എന്ന് തന്നെ ഒന്നില്ല, നമ്മളെടുത്ത ഡയറക്ഷൻ ഒന്ന് മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് വീണു പോകുമ്പോൾ എണീറ്റിട്ട് പുതിയൊരു വഴിയെടുത്താൽ മതി, അപ്പോൾ എല്ലാം ശരിയാകും. എന്നെ കേട്ടതിന് ഒത്തിരി നന്ദി. എൻ്റെ ജീവിതകഥ വ്യക്തമായി അറിയാൻ, കൂടുതലറിയാൻ മാതൃഭൂമിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച കമ്പളികണ്ഠത്തെ കൽഭരണികൾ വായിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെയിലായും നിങ്ങൾക്ക് അറിയിക്കാം. താങ്ക് യു വെരി മച്ച്.